കാർബൈഡ് കുത്തിവെച്ച ക്യാൻസർ തണ്ണിമത്തനാണ് ഞാനും നിങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പഴങ്ങൾക്കുള്ളിലേക്ക് കാർബൈഡ് കുത്തിവെക്കുന്ന രീതി ഉണ്ടോ എന്നാണ് നമ്മൾ ഡീപ് സീക്കിനോട് ചോദിച്ചത്. ഡീപ് സീക്കിൻ്റെ ഉത്തരം ഇല്ല. പഴങ്ങൾക്കുള്ളിലേക്ക് കാർബൈഡ് കുത്തിവെക്കുന്ന രീതി പൊതുവെ ഉപയോഗിക്കാറില്ല. എന്തിനാ ഈ കാർബൈഡ് കുത്തിവെക്കുന്നതെന്നല്ലേ? അതിന്റെ ഈ റെഡ് കളർ കൂടാൻ വേണ്ടിയിട്ട്, മധുരം കൂടാൻ വേണ്ടിയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ പാകമാവാൻ വേണ്ടിയിട്ടാണ്. കാർബൈഡിനടുത്ത് പഴങ്ങൾ വെക്കുകയോ കാർബൈഡ് പഴങ്ങളിൽ തളിക്കുകയോ ചെയ്താൽ പഴങ്ങൾ പഴുക്കുന്നതാണ്. അഥവാ കുത്തിവെച്ചാൽ കാർബൈഡും ജലവുമായി ചേർന്ന് ഗ്യാസ് ഉണ്ടാവുകയും തണ്ണിമത്തൻ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇദ്ദേഹം പറയുന്നത് മണ്ടത്തരമാണെന്ന് വ്യക്തമായല്ലോ. അടുത്ത മണ്ടത്തരം കേൾക്കൂ. കാർബൈഡ് കുത്തിവെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്നല്ലേ? ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ വൈപ്പ് ചെയ്യുക. അങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ നോക്കിയേ, ഈ റെഡ് കളർ അധികമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അതിൽ കാർബൈഡ് ഉണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം കണ്ടുപിടുത്തമാണ്. കാർബൈഡ് ടെസ്റ്റ് അങ്ങനെയല്ല. മണ്ടത്തരങ്ങൾ ഇനിയുമുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ കളർ അധികമായിട്ട് കാണുക, വിള്ളലുകൾ അധികമായിട്ട് കാണുക, ഈ 4 കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കാർബൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരുടെ അറിവിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അതെ, ഷെയർ ചെയ്യാൻ മറക്കരുതേ.